3Vs-ലെ ഒരാളെ കേട്ടോ നമ്മളിപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. ഇനി രണ്ടാളും കൂടി ഉണ്ട്. ആ രണ്ടാൾ എവിടെയാണ്? ബാക്കി 2 വീകൾ. ഒരാൾ വിസ്മയ, ഇപ്പം CA ഫൈനൽ എക്സാം കഴിഞ്ഞു. ആളിപ്പോൾ CAൻ്റെ ഇതിനായിട്ടൊരു ട്രെയിനിങ്ങിലാണ്, കോഴിക്കോടാണ്. ഒരാൾ വൃന്ദ, ഇവിടെ തന്നെ ഉണ്ട്, നമ്മളുടെ പ്രൊഡക്ഷൻ ഏരിയയിലാണ്. ഹലോ, ഹായ്. കൃഷ്ണ, ഹായ്. അപ്പോൾ 3Vs-ലെ ഒരു V ആണ് കേട്ടോ ഇത്. വൃന്ദയാണ് കൂടെ ഉള്ളത്. വൃന്ദ, എന്താണ് ഇവിടെ പരിപാടി? ഇത് നമ്മുടെ സീലിംഗ് മെഷീനാണ്. അതായത് നമ്മൾ പാക്കിലാക്കിയ സംഭവങ്ങൾ ഇതിൽ സീൽ ചെയ്തെടുക്കുന്നത്. ഇതാണ് നമുക്ക് ചെറിയ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഇതാണ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് മെഷീനറീസ് വലിയ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ മെഷീനറീസ് ഉണ്ട് വേറെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഇനി നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് 1 കിലോ 1/2 കിലോ ക്വാണ്ടിറ്റി ഒക്കെ പോകും. ഇപ്പം നമ്മൾ ഇതിൽ പാക്ക് ചെയ്യുന്നത് 1/2 കിലോൻ്റെ വീറ്റ് പുട്ടുപൊടിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 1 കിലോ ആണെങ്കിൽ ഇത് സീലിംഗ് എല്ലാം മാറ്റി റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഈ മെഷീൻസ് വരുന്നതിന് മുമ്പ് നമ്മൾ രണ്ടും ഉണ്ടായിരുന്നു. മെഷീൻ വരുന്നതിൻ്റെ മുമ്പ് ഹാൻഡ് സീലിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത്ര ക്വാണ്ടിറ്റി ഇല്ലല്ലോ. പിന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മെയിനായിട്ട് കാണേണ്ടതില്ലേ, ഈ കായ ഉണ്ടാക്കുന്ന മെഷീനാണ് എനിക്ക് കാണാൻ. ഞാൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എങ്ങനെയാണ് കായ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ. ഇതാണ് നമ്മളുടെ കായ ഉണ്ടാക്കുന്നത്. കായം കട്ട മേക്ക് ചെയ്യുന്ന മെഷീനാണ് ഇത്. ബ്ലെൻഡർ എന്ന് പറയും. ബ്ലെൻഡർ അല്ലേ? അതെ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലിട്ടിട്ട് ബ്ലെൻഡ് ആവുകയാണ് ചെയ്യുന്നത്, മിക്സ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതായിരിക്കും അല്ലേ അസഫോയിറ്റ് എന്ന് പറയുന്നത്? അതെ. ഇത് എത്ര ടൈം എടുക്കും ബ്ലെൻഡ് ആയിട്ട് വരാൻ? ഇതൊരു 20 മിനിറ്റ്സിൻ്റെ ഒക്കെ ഉള്ളാവും. ഇതിലൊരു ടൈമിൽ ഒരു 25 kg വരെയൊക്കെ പോവാം. ഇത് പൗഡറായിട്ടും വരുന്നില്ലേ? അതെ, പൗഡറായിട്ട് ഇത് ചെയ്യുന്ന വേറെ മെഷീനാണ് പൾവറൈസർ എന്ന് പറയുന്നത്. പൾവറൈസർ. അപ്പോൾ ഈ മെഷീൻ്റെ പേരെന്താ? ഇത് ബ്ലെൻഡർ അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ കായ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കാലം വരെ ഇത് കേടാവാതെ നിൽക്കും? ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് ശരിക്കും 18 months ആണ്. ഇപ്പോൾ ഒരു 1.5 year കേടാവാണ്ടിരിക്കും. അപ്പോൾ ഈ കായത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ അസഫോയിറ്റഡ് തന്നെയാണ്, അതോ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യുമോ? ശരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്ന കായ എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു അസഫോയിറ്റഡ എന്ന് പറഞ്ഞ സംഭവം ഇതൊരു കറയാണല്ലേ, ഒരു ചെടിയുടെ കറയാണ് കേട്ടോ ഈ അസഫോയിറ്റഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടുന്ന് കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ശരിക്കും ഈ ചെടിയുടെ കറ എന്ന് പറയുന്നത് ശരിക്കും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇവിടെയൊക്കെയാണ് പ്രൊഡക്ഷൻ വരുന്നത്. നമ്മൾ ഡൽഹി, ബോംബെ ഇവിടെയൊക്കെയുള്ള ഡീലേഴ്സ് ത്രൂ ആണ് നമ്മൾ അത് എടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ റേഷ്യോ ഒക്കെ കറക്റ്റായിട്ട് വേണം, ഇല്ലെങ്കിൽ അത് പൂപ്പൽ വരുന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെ ഇതൊക്കെ പഠിച്ച് ഇതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ? നമ്മൾ ആക്ച്വലി ക്ലാസ്സിന് പോയിരുന്നു ആഗ്രോ പാർക്കിൽ. ആ റേഷ്യോ കറക്റ്റായി വരാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി വരണം, ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതിങ്ങനെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. പ്രൊഡക്ഷനൊക്കെ കണ്ടില്ലേ? അടിപൊളി, എല്ലാം അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടോ കായ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 3Vs-ലെ വിശേഷങ്ങൾ. 2 V മാത്രമേ ഉള്ളൂ, 1 V കൂടി ഉണ്ട്, 1 V മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം. ശരിക്കും പറഞ്ഞാൽ ഈ 3Vs-ഉം അതുപോലെ ഇവർ 3 ആൾക്കാരും ശരിക്കും ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആണ്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം, പുറകിലേക്ക് വെക്കരുത്. ഇതുപോലുള്ള അടിപൊളി സ്റ്റോറികളുമായി ഇൻസ്പയർ സ്റ്റോറീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.